Hi friends, welcome back to AKR Malayalam YouTube channel. AKR Malayalam YouTube channel മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓവർ അണ്ടർ വോൾട്ടേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഒരു സിംഗിൾ ഫേസ് DBയിൽ എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇതിൻ്റെ ഉപയോഗവും മറ്റും ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതാണ്. ഇതാണ് ഡിവൈസ്. അമിസി സ്മാർട്ട് എന്ന കമ്പനിയുടേതാണ് ഇത്. ഇതിൽ 63 ആംപിയർ വരെ ലോഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള അണ്ടർ ഓവർ വോൾട്ടേജ് ആൻഡ് കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസാണ്. ഇതിന് ഏകദേശം വില വരുന്നത് 1500 രൂപയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില എന്താണെന്ന് അറിയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ ഡിവൈസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഓവർ വോൾട്ടേജ് തടയുന്നതിനെപ്പറ്റി നമ്മൾ SPDയെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പലരും ചോദിക്കുകയുണ്ടായി, ഇതിൽ ആംപിയർ സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഡിവൈസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. അങ്ങനെയാണ് ഇത് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഈ ഡിവൈസ് വളരെ ഉപകാരപ്പെട്ട ഒരു ഡിവൈസാണ്. നമുക്ക് വോൾട്ടേജ്, കറണ്ട് എന്നിവ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ടാണ് ഈ ഡിവൈസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വയ്ക്കുന്നത് മൂലം നമ്മുടെ വീട്ടിലേക്ക് ഹൈ വോൾട്ടേജ് കടന്നു വരുന്നതല്ല. അതിനാണ് ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായും വാച്ച് ചെയ്യുക. ഈ ഡിവൈസും SPDയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം ഇതിൽ നമുക്ക് വോൾട്ടേജ്, അണ്ടർ വോൾട്ടേജ്, ഓവർ വോൾട്ടേജും സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കറണ്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ SPDയിൽ അങ്ങനെ ഒരു സംഭവമില്ല. SPDയിൽ ഹൈ വോൾട്ടേജ് സർജ് അടിക്കുകയാണെങ്കിൽ സർജ് എർത്ത് ചെയ്ത് കളയുന്ന പ്രക്രിയയാണ് അതിൽ നടക്കുന്നത്. ഇതിൽ അതല്ല. ഇത് കറണ്ട് സെൻസ് ചെയ്ത്, വോൾട്ടേജും കറണ്ടും സെൻസ് ചെയ്ത് ഇത് ഓഫാക്കി കൊടുക്കുകയാണ് ഈ ഡിവൈസ് ചെയ്യുന്നത്. SPD നേരെ തിരിച്ചാണ്, അത് എർത്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഡിവൈസിനെ ഓവർ വോൾട്ടേജ് കറണ്ട് ലിമിറ്റർ എന്നാണ് പറയുന്നത്. അതായത് വോൾട്ടേജും കറണ്ടും ലിമിറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒരു ഡിവൈസാണ്. അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മുന്നോട്ട് കാണുക. നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. വളരെ ലൈക്ക് കുറവാണ് നമ്മുടെ വീഡിയോകൾക്ക്. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ മീറ്ററിലേക്ക് വരുന്ന ലൈനിൽ ന്യൂട്രൽ കട്ടായി 2 ഫേസുകൾ കയറി വരാറുണ്ട്. അത് വല്ലപ്പോഴുമൊക്കെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഓവർ വോൾട്ടേജ് വരികയും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുപാടുകൾ വരികയും ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ച പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഡബിൾ ഫേസ് കയറി വന്നു. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ഉപകരണങ്ങളും ഡാമേജായി. അതായത് TV, കമ്പ്യൂട്ടർ എന്നിങ്ങനെ പല ഉപകരണങ്ങളും, ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഡാമേജായി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് ഞാൻ വഴിയെ കാണിക്കുന്നതാണ്. നിങ്ങൾ തുടർന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും വാച്ച് ചെയ്യുക. ഇതിൽ ഈ റെഡ് കളറിൽ പവർ എന്നെഴുതിയിരിക്കുന്നത് എപ്പോഴും ഓണായി കിടക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. കൂടാതെ ഇവിടെ ഏറ്റവും മുകളിലായി ലെസ് എന്നെഴുതിയിരിക്കുന്നത് അതൊരു ഇൻഡിക്കേഷനാണ്. അത് ലോ വോൾട്ടേജിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് ഹൈ വോൾട്ടേജിനുള്ള ഇൻഡിക്കേഷനും ഹൈ ആംപിയറിനുള്ള ഇൻഡിക്കേഷനുമാണ് ഈ മൂന്നാമതായി കാണുന്നത്. ഇത് തനിയെ റീസെറ്റ് ആകും. നോർമലായി കഴിയുമ്പോൾ, ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ചെറിയൊരു ടൈം ഡിലേ കൊടുത്ത് ഇത് തിരിച്ച് റീസെറ്റ് ആകുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പവർ ഓഫ് ചെയ്താൽ മതിയാവും. ഓഫ് ചെയ്തിട്ട് തിരിച്ച് ഇത് റീസെറ്റ് ആക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 250 വോൾട്ട് ആണെങ്കിൽ ആ 250 വോൾട്ടിന് മുകളിൽ ഇതിൽ കൂടി പാസ് ചെയ്താൽ അപ്പോൾ തന്നെ ഇത് മില്ലി സെക്കൻഡിനുള്ളിൽ ഇത് ഓഫാക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ DBയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഏതൊക്കെ ഡിവൈസ് ഉണ്ടോ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മിനിമം വോൾട്ടേജും നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. മിനിമം 180, 170 സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ 170 ഉള്ള ഒരു സ്ഥലം പോലുമില്ല. എന്നാലും നമുക്ക് 180 സെറ്റ് ചെയ്യാവുന്നതാണ്. 180ക്ക് താഴെ പോയാൽ അപ്പോൾ തന്നെ ഈ ഡിവൈസ് ഓഫാക്കി വോൾട്ടേജ് സ്റ്റഡി ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. വോൾട്ടേജ് സ്റ്റഡി ആയതിനു ശേഷം ഇത് തിരിച്ച് റീസെറ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ആംപിയറും ഇതുപോലെ തന്നെയാണ്. ആംപിയർ ഇതിൽ മാക്സിമം ലോഡ് ചെയ്യാവുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 63 ആംപിയറാണ്. നിങ്ങൾക്കിവിടെ കാണാം 63 ആംപിയറാണ്. ഇത് നമുക്ക് മാക്സിമം ഒരു 50 ആംപിയർ നമുക്കിതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സിംഗിൾ ഫേസ് DBക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. 3 ഫേസിൻ്റെ പിന്നീട് ഞാൻ വിവരിക്കാം. 3 ഫേസിന് ഇതുപോലെ തന്നെ 3 ഫേസും ന്യൂട്രലും കണക്ട് ചെയ്യാവുന്ന ഇതുപോലത്തെ ഡിവൈസ് ഉണ്ട്. അത് ഞാൻ പിന്നീട് വിവരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായും ആ വീഡിയോയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് സെറ്റിങ്സിൻ്റെ ബട്ടണാണ്. ഈ സെറ്റിങ്സ് ബട്ടണിൽ നമുക്ക്
ഈ മുകളിലേക്കും താഴേക്കും കാണിച്ചിരിക്കുന്ന ഈ 2 ബട്ടൺ വഴി ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, കറണ്ട് എന്നിവ ലിമിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് നേരെ അടുത്ത പിക്ചറിലേക്ക് പോകാം. ഈ കാണുന്ന DB 12 dB ബോക്സാണ്. മിനിമം 12 dB ബോക്സെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് കാണാം, ഇത് ഒരു ഡബിൾ പോൾ MCB, 2 MCBയുടെ സ്ഥാനത്താണ് ഒരു ഡബിൾ പോൾ MCB, ഒരു RCCB. RCCBക്കും 2 MCBയുടെ സ്ഥലം വേണം. ബാക്കി 6 MCBയും കൂടെ കൂട്ടി 10 MCB ഉൾക്കൊള്ളുന്ന ബോക്സാണ് മിനിമം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ടാണ് ഈ ഡിവൈസ് കൂടി ഘടിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് 12 dB ബോക്സ് വേണമെന്ന് പറഞ്ഞത്. ഇതിൽ ഒരു അണ്ടർ ഓവർ വോൾട്ടേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടി ആഡ് ചെയ്യണം. അതിനാണ് ഞാൻ 12 dB വേണമെന്ന് പറഞ്ഞത്. പുതുതായി വയറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ 12 dB ഫിക്സ് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇൻവെർട്ടർ കണക്ഷൻ കാണിച്ചത് DB തന്നെയാണ്. അതിൻ്റെ എർത്തിങ് ആണ് കാണിച്ചത്. മസ്റ്റായിട്ട് നല്ലൊരു എർത്ത് നമ്മുടെ DBക്ക് കൊടുക്കേണ്ടതാണ്. മെയിൻ സപ്ലൈ ആദ്യം ഈ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. അതായത് ഡബിൾ പോൾ MCB ആണിത്. ഇത് 40 ആംപിയറിൻ്റെതാണ്. നോർമൽ വീടുകളിലേക്ക് ഒരു 40 ആംപിയറിൻ്റെ ഡബിൾ പോൾ MCB മതിയാവും. അതുപോലെ തന്നെ ഇതും ഈ RCCBയും 40 ആംപിയറാണ്. അടുത്തായി നമുക്ക് ഇതിലേക്ക് ഈ കാണുന്ന അണ്ടർ ഓവർ വോൾട്ടേജ് കറണ്ട് പ്രൊട്ടക്ഷൻ ഡിവൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഈ കാണുന്നത്. നമ്മൾ മുമ്പ് കാണിച്ചത് തന്നെയാണ്. ഇത് നമുക്ക് നേരിട്ട് DBയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഡിൻ റെയിൽ മൗണ്ടാണ്. അതായത് MCB ഒക്കെ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അടുത്തതായി ഇതിലേക്ക് ന്യൂട്രൽ ഇതുപോലെ കണക്ട് ചെയ്യുക. ഇവിടെയാണ് ഇതിൻ്റെ ന്യൂട്രൽ ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഔട്ട്പുട്ടാണ്. ഇവിടെ നിങ്ങൾക്കിവിടെ ആരോ മാർക്ക് കാണാം. മുകളിലും താഴെയുമായി ആരോ മാർക്ക് കാണാം. ഇത് മുകളിലാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ഇവിടെ നിന്നും നേരെ RCCBയിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇവിടെ RCCBയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ന്യൂട്രൽ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ അവിടെ നിന്നും RCCBയുടെ ഔട്ടിൽ നിന്നും ന്യൂട്രൽ ബാറിലേക്ക് ലിങ്ക് ചെയ്തു. അടുത്തായി ഫേസാണ്. ഫേസ് ഇതുപോലെ നേരെ മുകളിലായി ലൈൻ എന്ന ഈ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഈ താഴെ കാണുന്ന ലൈൻ എന്ന ഈ പോയിൻറ്റിൽ നിന്നും ഇത് നേരെ RCCBയുടെ വലതുവശത്തെ മുകളിലത്തെ പോയിൻറ്റിലേക്ക് കണക്ട് ചെയ്യുക. ഇലക്ട്രിക്കലിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.techsforyou.com എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കലിനെ പറ്റി, കൺട്രോൾ വയറിങ്ങിനെ പറ്റിയും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. RCCBയുടെ ഔട്ട്പുട്ടിൽ നിന്നും ഈ MCBയിലേക്കാണ് ഇനി കണക്ട് ചെയ്യേണ്ടത്. ഇതുപോലെ കണക്ട് ചെയ്യുക. ഫസ്റ്റ് MCBയിലേക്ക് കണക്ട് ചെയ്തു. അവിടെ നിന്നും അടുത്ത MCBയിലേക്ക് ഇതുപോലെ ലൂപ്പ് ചെയ്ത് ഈ 6 MCBകളിലേക്കും ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൽ 2 RCCBയാണ് കാണിച്ചിരുന്നത്. അതായത് ഒരെണ്ണം മെയിൻ സപ്ലൈക്കും ഒരെണ്ണം ഇൻവെർട്ടർ സപ്ലൈക്കും വേണ്ടിയിട്ട് 2 RCCBയാണ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അടുത്ത ഈ ഡിവൈസ് കൂടി ആഡ് ചെയ്യാൻ ഇതിൽ സ്ഥലം പോരാതെ വരും. ഇൻവെർട്ടർ സപ്ലൈ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലെ നിലവിലുള്ള DBയിൽ സ്ഥലം ഇല്ല എങ്കിൽ ഈ കാണുന്ന ഡബിൾ പോൾ MCBയും ഈ കാണുന്ന അണ്ടർ ഓവർ വോൾട്ടേജ് ഡിവൈസും കൂടി പുറത്തായി ഒരു ബോക്സിൽ കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നും ഈ വയർ നേരെ RCCBയിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ന്യൂട്രൽ ഓരോ പോയിൻറ്റിലേക്കും സ്വിച്ച് ബോർഡ് 1ലേക്ക് പോകും. ഇതുപോലെ എർത്ത്, ഫേസ് എന്നിവ ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇത് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്വിച്ച് ബോർഡിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഓരോ റൂമിലേക്കും ഫേസ്, ന്യൂട്രൽ, എർത്ത് ഇതുപോലെ കണക്ട് ചെയ്യേണ്ടതാണ്. 5 സർക്യൂട്ടാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ 5 സർക്യൂട്ടിനും ഇതുപോലെ ഫേസ്, ന്യൂട്രൽ, എർത്ത് ഓരോ റൂമുകളിലേക്കായി കണക്ട് ചെയ്യാവുന്നതാണ്. ഈ 1ാമത്തെ MCBയിൽ നിന്ന് ഞാൻ കണക്ഷൻ എടുത്തിട്ടില്ല. അത് പവറിനോ മോട്ടോറിനും മറ്റും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫസ്റ്റ് സാധാരണ ഉപയോഗിക്കാറുള്ളത്. ഇത് 10 ആംപിയർ ആയിരിക്കും. ഇത് നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് വിചാരിക്കുന്നു. SPD-യും ഈ ഡിവൈസും ഒന്നാണെന്ന് വിചാരിക്കരുത്. SPD ഹൈ ചാർജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് ഇടിമിന്നൽ പോലെയുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് SPD. ഇത് നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജിനെ, കൂടുതൽ വോൾട്ടേജ് വരുന്നതിനെ സെൻസ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാനതിനുള്ള മറുപടി നൽകുന്നതാണ്. കൂടാതെ എല്ലാവരും എൻ്റെ നമ്പർ ചോദിക്കാറുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ ഈ ചാനലിൻ്റെ എബൌട്ട് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എബൌട്ട് സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ എടുക്കാവുന്നതാണ്. അതിൽ നിന്നും വാട്സപ്പ് മാത്രം ചെയ്യുക. കോൾ ചെയ്താൽ കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിദേശത്താണിപ്പോൾ. വിദേശത്ത് വാട്സപ്പ് കോള് അനുവദനീയമല്ല. അതുകൊണ്ടാണ്
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഞാനതിന് എത്രയും പെട്ടെന്ന് മറുപടി നൽകുന്നതാണ്. ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്നത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതുമാണ്. താങ്ക്സ് ഫ്രണ്ട്സ്, താങ്ക്സ്, നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.